എങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ 10 പൈസ പോലും ചെലവില്ലാതെ ഒരു ആപ്പിൾ ID ഉണ്ടാക്കാം? 50,000-60,000 രൂപ കൊടുത്ത് ഐഫോൺ വാങ്ങിയ ഒട്ടുമിക്ക കൂട്ടുകാരുടെയും സംശയമാണ് എങ്ങനെ പൈസ കൊടുക്കാണ്ട് ഒരു ആപ്പിൾ ID ഉണ്ടാക്കാമെന്നത്. കാരണം നമ്മൾ ഫോണിൽ അല്ലെങ്കിൽ നെറ്റിൽ ഒരു ആപ്പിൾ ID ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ എപ്പോഴും ക്രെഡിറ്റ് കാർഡ് ചോദിക്കും. നമുക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരുന്ന ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ആപ്പിൾ ID ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ ആദ്യമായിട്ട് ഫോൺ ഓപ്പൺ ആക്കിയിട്ട് സെറ്റിംഗ്സ് എന്നതിൽ താഴെ iTunes ആൻഡ് ആപ്പ് സ്റ്റോർ എന്നൊക്കെ കാണാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നെറ്റ് ഓൺലൈൻ ആയിരിക്കണം. അതായത് നിങ്ങളുടെ മൊബൈലിൽ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ID ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇവിടെ iTunes ആൻഡ് ആപ്പ് സ്റ്റോർ എന്നതിലാണ് നിങ്ങൾ നിങ്ങളുടെ ആപ്പിൾ IDയും പാസ്വേഡും എൻ്റർ ചെയ്ത് നൽകേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് iTunesൽ കൂടി ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഒരു ഐഫോണിന് ആപ്പിൾ ID കൂടിയേ തീരൂ. പക്ഷെ ഒട്ടുമിക്കവർക്കും ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യമായിട്ട് ആപ്പ് സ്റ്റോർ ഓപ്പൺ ആക്കുക. ആപ്പ് സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഫ്രീ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. നോക്കുക, ഓരോന്നിൻ്റെ താഴെയും അത് ഫ്രീ ആണോ എത്ര രൂപയാണ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഫ്രീ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സെർച്ച് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഫേസ്ബുക്ക് മെസ്സഞ്ചർ സെലക്ട് ചെയ്യുക. ഇവിടെ ഗെറ്റ് എന്ന് കാണാം, അത് സെലക്ട് ചെയ്യുക. തുടർന്ന് ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളോട് ഒരു ആപ്പിൾ ID സൈൻ ഇൻ ചെയ്യാൻ പറയും. ഒന്നെങ്കിൽ യൂസ് എക്സിസ്റ്റിംഗ് ആപ്പിൾ ID ഓർ ക്രിയേറ്റ് ന്യൂ ആപ്പിൾ ID. നമുക്കിവിടെ ക്രിയേറ്റ് ന്യൂ ആപ്പിൾ ID എന്നത് സെലക്ട് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ രാജ്യം ഇന്ത്യ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ നെക്സ്റ്റ് എന്ന ബട്ടൺ ടച്ച് ചെയ്യുക. സ്വല്പനേരം വെയിറ്റ് ചെയ്യണം. കഴിയുമ്പോൾ ഒരു എഗ്രിമെൻ്റ് വരും. ഇവിടെ നമ്മൾ ഐ എഗ്രി എന്നതിൽ പ്രസ് ചെയ്യുക. എഗ്രി എന്നതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ ടേംസ് എഗ്രി ചെയ്യുന്നു എന്ന് ബോക്സ് കാണിക്കും. അവിടെ എഗ്രി എന്നത് വീണ്ടും പ്രസ് ചെയ്യുക. അടുത്തായിട്ട് നിങ്ങൾക്ക് പുതിയ അക്കൗണ്ടിൽ ഇമെയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയും. നിങ്ങളുടെ നിലവിലുള്ള Gmail ID ഇവിടെ ടൈപ്പ് ചെയ്യുക. താഴെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. പാസ്വേഡ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും നമ്പറുകളും ഉൾപ്പെടുത്തിയതായിരിക്കണം. ഇതുപോലെ ഒരു ക്യാപിറ്റൽ ലെറ്ററും ഒരു സ്മോൾ ലെറ്ററും പാസ്വേഡായിട്ട് നൽകിയിരിക്കണം. തുടർന്ന് സെക്യൂരിറ്റി ഇൻഫോ എന്നതിൽ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ നൽകണം. ഇതുപോലെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസിന് എല്ലാം തന്നെ ഓരോന്ന് ഇഷ്ടമുള്ള ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ട് ആൻസർ നൽകുക. താഴെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മറ്റൊരു ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് നൽകാം. തുടർന്ന് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് ഡേറ്റ് ബർത്ത് എല്ലാം സെലക്ട് ചെയ്യാം.
താഴെ നിങ്ങൾക്ക് വരേണ്ട ഇമെയിലുകൾ, അതായത് ആപ്പിളിൻ്റെ പുതിയ റിലീസ് അല്ലെങ്കിൽ അവരുടെ പ്രൊമോഷൻ മെയിലുകളെല്ലാം വരണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഓഫ് ചെയ്യുക. തുടർന്ന് ഡൺ കൊടുക്കുക. നോക്കുക, നമ്മളിതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റിങ്ങിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ അടുത്ത് ബില്ലിംഗ് ഇൻഫർമേഷനിൽ ക്രെഡിറ്റ് കാർഡ് സെലക്ട് ചെയ്യണോ വേണ്ടതെന്ന് ചോദിക്കും. നമ്മൾ എപ്പോഴും നൺ എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. നണ്ണിലാണ് എപ്പോഴും അത് ആക്റ്റീവായി കിടക്കുക. ഇവിടെ ഐട്യൂൺസിൻ്റെ വല്ല ഗിഫ്റ്റ് കാർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്ത് നൽകാം. ബില്ലിംഗ് അഡ്രസ്സ് എന്നതിൽ നിങ്ങളുടെ ബില്ലിംഗ് അഡ്രസ്സ് നൽകാം. ശരിയായ വിവരണങ്ങൾ മാത്രം നൽകാൻ ശ്രമിക്കുക എപ്പോഴും. ഏരിയ കോഡ് കറക്റ്റായി നൽകുക. നിങ്ങളുടെ ഫോൺ നമ്പറും അവിടെ നൽകുക. താഴെ നെക്സ്റ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ അക്കൗണ്ട് വെരിഫിക്കേഷനായിട്ട് ഒരു മെയിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചതായിട്ട് നോട്ടിഫിക്കേഷൻ വരും, കാണിക്കും. നിങ്ങൾ ജിമെയിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ നോട്ടിഫിക്കേഷൻ കാണിക്കും. നമ്മൾ അത് ഓപ്പൺ ആക്കുക. ഇമെയിൽ തുറന്നിട്ട് വെരിഫൈ നൗ എന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ നൽകിയ മെയിൽ ഐ ഡി പാസ്വേഡും എൻ്റർ ചെയ്യുക. അതായത് ആപ്പിൾ ഐ ഡിക്കായിട്ട് നൽകിയത്. തുടർന്ന് താഴെ വെരിഫൈ അഡ്രസ്സ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ആപ്പിൾ ഐ ഡി വെരിഫൈഡ് ആയി എന്ന് കാണിക്കുന്നതാണ്. തുടർന്ന് വീണ്ടും നിങ്ങൾ സെറ്റിംഗ്സ് എടുക്കുക. ഇവിടെ ഐട്യൂൺസ് ആൻഡ് ആപ്പ് സ്റ്റോർ എന്നത് സെലക്ട് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ആപ്പിൾ ഐ ഡി സൈൻ ഇൻ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് ക്രെഡിറ്റ് കാർഡ് ഇല്ലാണ്ട് ആപ്പിൾ ഐ ഡി ഉണ്ടാക്കാൻ സാധിക്കും.